ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തേതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നല്ലതിനാണോ? നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി വന്നിരിക്കുന്നത് നല്ല കാര്യത്തിനാണോ? നിങ്ങൾ എങ്ങനെ ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കണക്ഷൻ എന്താണ്? എന്ത് എനർജിയാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തരുന്നത്? ഓക്കെ, ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഇൻസൈഡ് ഫീലിംഗ് എന്താണ്? മനസ്സിൽ എന്താണ് അവരുടെ ശരിയായിട്ടുള്ള ഫീലിംഗ് എന്ന് പറയുന്നത്? നിങ്ങളെ വളർത്താനാണോ തളർത്താനാണോ ഈ ഒരു ബന്ധം? ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് റീഡ് വെച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുടെ പേര്, ഇതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഒരു കാര്യങ്ങളും നെഗറ്റീവായിട്ട് ആലോചിക്കരുത്. ജസ്റ്റ് ആ ഒരു വ്യക്തിയെ, ഈവൻ നിങ്ങളെ വേദനിപ്പിച്ചൊരു വ്യക്തിയാണെങ്കിൽ പോലും ന്യൂട്രൽ എനർജിയിൽ വേണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ആദ്യമായിട്ട് എൻ്റെ റീഡിംഗ് കാണുന്നവരോട് പറയുന്നത് ഒരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റെസനേറ്റ് ആവണം എന്നില്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളയുക. ആൻഡ് ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത്, ആ ഒരു സമയം തൊട്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് വാലിഡായിട്ട് മാറും. സോ നമുക്ക് ഇന്ന് ടാരോട് ചോയ്സ് നോക്കാം. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലതാണോ? ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് നല്ലതാണോ? ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള എനർജി എന്താണ്? റിലാക്സ് ആയിരുന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രമിക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആക്കാൻ സാധിക്കുക. സോ ഈ ഒരു കണക്ഷൻ്റെ നേച്ചർ എന്താണ് നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കണക്ഷൻ്റെ നേച്ചർ? എന്ത് തരം റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ? സോൾമേറ്റ്, കാർമിക്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? എന്ത് തരം കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത്? കാർഡ് നമ്പർ 1, നിങ്ങളുടെ കണക്ഷൻ്റെ നേച്ചർ ഈ ഒരു കാർഡ് പറയും. ആൻഡ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന എനർജി എന്താണ്? ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന എനർജി എങ്ങനെയുള്ളതാണ്? ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന എനർജി എങ്ങനെയുള്ളതാണ്? ആൻഡ് കാർഡ് നമ്പർ 3, ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള, അതായത് നിങ്ങളോടുള്ള ഇൻസൈഡ് ഫീലിംഗ്, ശരിക്കും മനസ്സിൽ എന്താണെന്ന് നോക്കാം. എന്താണ് ഇൻസൈഡ് ഫീലിംഗ്? ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻസൈഡ് ഫീലിംഗ് എന്താണ്? ഓക്കെ, ആൻഡ് ഈ ഒരു ബന്ധം നിങ്ങളുടെ എനർജിയെ കൂട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ വളരാൻ അനുവദിക്കുന്നുണ്ടോ, അതോ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ഒരു റിലേഷനാണോ എന്ന് നോക്കാം. ഈ ഒരു ബന്ധം എങ്ങനെയുള്ളതാണ്? 2 കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം? മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇടപഴകേണ്ടതെന്നുള്ളതാണ്. എങ്ങനെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ്. ഈ ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഒരു ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ജംപ്ഡ് ഔട്ട് കാർഡ് കൂടി വന്നിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ ഒരു റീഡിങ്ങിൽ വെക്കുകയാണ്. ആൻഡ് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. നിങ്ങളും അവരും തമ്മിലുള്ള കണക്ഷൻ ഏത് രീതിയിലുള്ളതാണെന്ന് നോക്കാം. ഡെത്ത് കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് എന്ത് എനർജിയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തരുന്നത്? നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ പേജ് ഓഫ് സോർട്സ് ആണ്. ആൻഡ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ട്രൂ ഫീലിംഗ് എന്താണ്? ഇൻസൈഡ് അവരുടെ മനസ്സിനുള്ളിൽ എന്താണ്? ജസ്റ്റിസ് ആണ്. ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ ഗ്രോ ചെയ്യാനാണോ, അതോ എനർജി നിങ്ങൾ ഡ്രെയിൻ ചെയ്യാനാണോ നോക്കാം. സോ റിവേഴ്സ് കാർഡ്സ് ആണ് 2 എണ്ണം. പേജ് ഓഫ് കപ്സ് ആൻഡ് ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം? എംപ്രസ് എന്ന് പറഞ്ഞ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? ദ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ദി സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. സോ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്. സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടാവുന്നൊരു ബന്ധമായിരുന്നു. ഇമോഷണലി കണക്ഷൻ ഉണ്ടായിരുന്നൊരു ബന്ധമായിരുന്നു. നിങ്ങളുടെ ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തപ്പോൾ
ശരിക്കും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസം തോന്നുക, പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുക. അതുപോലെ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഇമോഷണലി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ മാനസികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം അടുപ്പം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാമെന്ന് നിങ്ങൾ കരുതിയ ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് ജേർണിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ള ഒരു കണക്ഷൻ കാണിക്കുന്നത് ഡെത്ത് കാർഡാണ്. സോ ഇതൊരു കാർമിക് റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഒരു ട്രാൻസ്ഫോർമേറ്റീവ് അല്ല, വളരെ ഈസി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തോന്നുന്നില്ല. ഒരു കാർമിക് കണക്ഷനായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വ്യക്തിയുടെ അടുത്ത് പെട്ടെന്നൊരു അട്രാക്ഷൻ തോന്നുകയും ഗ്രാജുവലി ആ ഒരു ബന്ധം നിങ്ങൾക്കൊരു എന്താ പറയുക, നിങ്ങളുടെ എനർജി ഡ്രെയിനിങ് ആയിട്ട് തോന്നുക, ഒരു കൺട്രോൾ ഫീൽ ചെയ്യുക, അങ്ങനെയൊക്കെ തോന്നി നിങ്ങൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യതയുള്ളൊരു ബന്ധമാണ്. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് മാറ്റിയിട്ടുള്ളൊരു ബന്ധമായിരിക്കും. ചിലപ്പോൾ നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്നേക്കുമായിട്ട് അവസാനിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ പലതവണ ചാൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇമോഷണലി നിങ്ങളെ പലതും പഠിപ്പിച്ച ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ലൈഫ് പാറ്റേൺസ് തന്നെ കംപ്ലീറ്റ്ലി മാറ്റിക്കളഞ്ഞ ഒരു വ്യക്തിയായിരിക്കും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതോടുകൂടി ആദ്യത്തെ ആ ഒരു അട്രാക്ഷൻ്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിലനിന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മൊത്തത്തിൽ ലൈഫ് തന്നെ നിങ്ങളുടെ മാറിപ്പോയിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ അതിന് മുമ്പ് ഈ ഒരു വ്യക്തി വരുന്നതിന് മുമ്പുള്ള ലൈഫും പിന്നീടുള്ള ലൈഫും തമ്മിൽ ഡ്രാസ്റ്റിക് ഡിഫറൻസ് കാണും. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനത്തിനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ക്യാരക്ടറിൻ്റെ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ആൻഡ് എന്ത് എനർജിയാണ് ഇവർ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്? ശരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് മാനസികമായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യാനായിട്ടും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കാനായിട്ടും ഉള്ള ഒരു എനർജി ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, ഓവർ തിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസിലായിരിക്കും. അതായത് ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫിലായിരിക്കും. അപ്സ് ആൻഡ് ഡൗൺസിനേക്കാളും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. അത് ചില സമയത്ത് ഭയങ്കരമായിട്ട് കോൺടാക്റ്റ് വരിക, ചില സമയത്ത് നിങ്ങൾ തമ്മിൽ യാതൊരു കോൺടാക്റ്റും ഇല്ലാതാവുക. ഓക്കെ, ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ. ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫ് ലോങ് കൂടെ കാണുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും. ചില സമയത്ത് അവർ നമ്മളോട് ഭയങ്കര അട്രാക്ഷൻ കാണിക്കുക, ചില സമയത്ത് അകൽച്ച കാണിക്കുക. അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും ഇത്. ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ, അട്രാക്ഷൻ ഉണ്ട്, പക്ഷേ അതുപോലെ അൺപ്രഡിക്റ്റബിൾ ആണ്. ലൈക്ക് എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഇയാൾ ഇന്നതായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചെയ്യും, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യുക. ഓക്കെ, അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ എത്ര നാളത്തെ നിങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അയാൾ വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തത് എന്താണ് വരാൻ പോകുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അവരുടെ ട്രൂ ഫീലിങ്സ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ഇവർ ഇമോഷണലി അത്ര എക്സ്പ്രസീവ് ഒന്നുമല്ല. അവരുടെ ഇമോഷൻസ് അധികം എക്സ്പ്രസ് ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. കൂടുതലും കൺട്രോൾഡ് നേച്ചറാണ്. കൂടുതലും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു നേച്ചറാണ് അവരുടേത്. ഈ ഒരു വ്യക്തി ചിലപ്പം നിങ്ങളെ ശരിക്കും കെയർ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ അവരെപ്പോഴും ചിന്തിക്കുന്നത് ലോജിക്കലിയാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ ഇമോഷണലി തിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ ഈ ഒരു വ്യക്തി അത് ലോജിക്കലി മാത്രമാണ് തിങ്ക് ചെയ്യുന്നത്. അവർക്ക് ഇമോഷണലി തിങ്ക് ചെയ്യാനായിട്ട് ശരിക്കും ഒട്ടും തന്നെ അവരെ കൊണ്ട് പറ്റില്ല എന്ന് വേണം കരുതാൻ. ഓക്കെ, ഇത് വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ കർമ്മ അതിനെ സൂചിപ്പിക്കുന്നൊരു കാർഡ് കൂടിയാണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങൾ ജീവിതത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. മേ ബി ലൈഫിലൊരു ബാലൻസ് വേണമെന്നുള്ളത്, അതായത് എല്ലാ കാര്യങ്ങളുടെയും ഇമോഷൻസിൻ്റെ ആയിക്കോട്ടെ, അതിൽ പുറമേയുള്ള കാര്യങ്ങളുടെ ആയിക്കോട്ടെ, എല്ലാം ഒരു ബാലൻസ് വേണം, ഒരു ബൗണ്ടറീസ്, അത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അക്കൗണ്ടബിൾ ആണ് എന്ന് മനസ്സിലാക്കി തന്നൊരു വ്യക്തിയായിരിക്കും ഇത്. സത്യസന്ധത ചിലപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ചില എനർജീസാണ് ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഓക്കെ, അവർക്ക് കെയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവും, ബട്ട് ഒട്ടും തന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ്
ഈ ഒരു കാർഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങളുടെ ഗ്രോത്തിനാണോ അതോ നിങ്ങളുടെ എനർജി ട്രെയിനിങ്ങിനാണോ ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. സോ ഇവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ്, അതുപോലെ 3 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ ഡിസപ്പോയിൻമെൻ്റ് ആണ്, അതായത് നിരാശയാണ് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, ചില സമയത്ത് നിങ്ങളെ ഒട്ടും ഇഷ്ടമില്ലാന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ ഒരു മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. ഓക്കെ, ഇമോഷണൽ മെച്യൂരിറ്റിയുടെ കുറവ് ഇവിടെയും കാണിക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. ഈ ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് അയാൾ കാണിക്കുന്ന സ്വഭാവമായിരിക്കില്ല നാളെ അദ്ദേഹം കാണിക്കുക. ഇങ്ങനെ മാറ്റി മാറ്റി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം വരിക. ഓക്കെ, ഒരു ഇമോഷണൽ കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള ടീം വർക്ക് തീരെ ശരിയല്ല. നിങ്ങളുടെ ടീം വർക്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വളരെയധികം പോറായിരിക്കും. നിങ്ങളുടെ ഒരു വ്യക്തി ഇമോഷണലി അവൈലബിൾ ആകുമ്പോൾ മറ്റേ ആൾ ഒട്ടും തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇമോഷണലി അവൈലബിൾ അല്ലായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. തുടർച്ചയായിട്ട് ആ ഒരു വ്യക്തിയിൽ തന്നെ ഇമോഷണലി ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഈ ഒരു വ്യക്തിയെ ഡീൽ ചെയ്യണം, ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വളരെ സ്ട്രോങ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്തിട്ട് കാര്യമില്ല, ഈ വ്യക്തിയോട് യാചിച്ചിട്ട് കാര്യമില്ല, ഈ വ്യക്തിയോട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങനെയാണ് വിചാരിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞതെന്നൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ വില കളയാം എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങളുടെ വില കളഞ്ഞുകൊണ്ടുള്ള ഒരു പെരുമാറ്റവും ഈ ഒരു വ്യക്തിയുടെ പുറകെ പോയി ചെയ്തിട്ട് കാര്യമില്ല. അതിന് പകരം ദ എംപ്രസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ സമാധാനത്തിലേക്ക്, നിങ്ങളുടെ കോൺഫിഡൻസിലേക്ക്, നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടമുണ്ടോ അതിലേക്ക്, അതുപോലെ നിങ്ങളുടെ ഹീലിംഗ്, നിങ്ങളുടെ മനസ്സിലേറ്റിട്ടുള്ള മുറിവുകളെ ഉണക്കുന്നതിലേക്ക്, ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക സാഹചര്യം, നിങ്ങളുടെ ചുറ്റുപാടൊക്കെ നല്ലതാക്കുന്നതിലേക്ക്, നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഇമോഷണൽ സ്റ്റാൻഡേർഡ്സ് ഉയർത്തുന്നതിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ അപ്പിയറൻസ്, നിങ്ങളുടെ ഡ്രസ്സിങ്, ഇതിലേക്കൊക്കെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു എംപ്രസ് എല്ലാവരെയും അട്രാക്റ്റ് ചെയ്യും, പക്ഷേ ആരെയും ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യിക്കില്ല, അല്ലേ? ഒരു എംപ്രസ് വന്ന് നിന്നാൽ, ഒരു രാജ്ഞി വന്ന് നിന്നാൽ ആളുകൾ സ്വാഭാവികമായിട്ടും അവരെ നോക്കും, അല്ലേ? സോ അങ്ങനെ വേണം നിങ്ങൾ നിൽക്കാൻ. സോ ഈ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളെ പരിപാലിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ പവർ കൂടുന്നത്. നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ പവർ കൂടുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരു ഫ്യൂച്ചർ എനർജി, നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടർന്ന് പോയാൽ എന്ത് സംഭവിക്കും ചോദിച്ചപ്പോൾ ഒരു സ്ട്രോങ് നോ അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് തന്നെയാണെന്ന് പറയാം. ഓക്കെ, ഇത് ഓവർ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട്, ഒബ്സഷൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയില നിങ്ങൾക്ക് പറ്റില്ല, ഒന്നും ഈ ഒരു വ്യക്തിയില ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയേക്കാം. അൺഹെൽത്തി പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം. ഓവർ ഇമോഷണൽ ഡിപ്പെൻഡൻസി, നിങ്ങൾ ചുമ്മാ ഇയാളെ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നേക്കാം. ടെംപ്റ്റേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടായേക്കാം. അഡിക്ഷൻസ് വരാം. ഓക്കെ, ഈ ഒരു ബന്ധം അവസാനം നിങ്ങൾക്ക് വിട്ടുകളയാൻ പോലും പറ്റാത്തൊരു രീതിയിലേക്ക് പോയേക്കാം. നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി നിൽക്കുന്നുണ്ടായിരിക്കും അപ്പോഴും. ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും പുറത്ത് കടക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിയേക്കാം. കാരണം ഈ ഒരു വ്യക്തിയിലേക്ക് ഭയങ്കരമായിട്ട് ഒരു സ്ട്രോങ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ഹെൽത്തിയാണ് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ പാറ്റേൺസ് മാറിപ്പോവും. ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ സാഹചര്യത്തിലേക്ക് നിങ്ങൾ മാറിപ്പോകും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കൊരു ജമ്പ് ഔട്ട് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് നോക്കിയപ്പോൾ. സോ ഈ ഒരു കാർഡ് പറയുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്റ്റഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത്. മേ ബി നിങ്ങൾ ഫ്ലർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ട്, ഒരു സ്പാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയോട്. അതായത് ഈ ഒരു വ്യക്തിയോട് ഒരു സ്ട്രോങ് എനർജി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രസൻ്റ്ലി ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു എനർജി അത്ര കൺസിസ്റ്റൻ്റ് എനർജി ഒന്നും അല്ല.
ഇമോഷണൽ സ്റ്റെബിലിറ്റി വരുമ്പോഴത്തേക്കും മാറാൻ ചാൻസ് ഉള്ള എനർജി തന്നെയാണ്. സോ ഈ ഒരു റീഡിങ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി ഒരു കാർമിക് കണക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. ചെറിയൊരു കാലഘട്ടത്തിലായിരിക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുക. അതല്ലാതെ ഒരു ലൈഫ് ലോങ് രീതിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയെങ്കിൽ പോസിറ്റീവ് ഔട്ട്കം മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടുകളയുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു റീഡിങ്ങിൽ കാണാം.